നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള കട്ട് വർക്ക് എംബ്രോയ്ഡറിയാണ്. ഇതിൻ്റെ ബേസിക്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്നെന്നാൽ നെറ്റ് പോലെ ഉള്ള കട്ട് വർക്ക് എംബ്രോയ്ഡറിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ്. ഞാൻ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്താണ് കട്ട് വർക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഇതുപോലെയുള്ള കട്ട് വർക്ക് എംബ്രോയ്ഡറി ഞാൻ ഓർഡിനറി സ്വിങ് മെഷീനിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഉഷ ജനോം സ്വിങ് മെഷീനിലാണ് ഇന്ന് ചെയ്യുന്നത്. കട്ട് വർക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വളരെ അത്യാവശ്യമായ ഒരു ഉപകരണമാണ് നല്ല മൂർച്ചയുള്ള ഒരു ചെറിയ സിസേഴ്സ്. എന്നാൽ ഇതുപോലെ അറ്റം വളഞ്ഞ ഒരു സിസേഴ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള സിസേഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്. ഇത് മെഡിക്കൽ എക്യുപ്മെൻറ്റ് സ്റ്റോറിൽ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. നൂല് കോർത്തിട്ടുണ്ട്. മുകളിലും താഴെയും ഒരേ കളറിലുള്ള നൂല് തന്നെ കോർക്കാൻ ശ്രദ്ധിക്കണം. റണ്ണിങ് സ്റ്റിച്ചിൽ ഔട്ട്ലൈൻ ചെയ്യാം. 2 പ്രാവശ്യമെങ്കിലും ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാം. നടുവശത്ത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. കട്ട് വർക്ക് ചെയ്യുന്നത് സിക്സാക് സ്റ്റിച്ചിലാണ്. സെറ്റിങ്സ് നോക്കാം. ലെങ്ത് നമുക്ക് 2 സെറ്റ് ചെയ്യാം. സെലക്ടർ എ. സിക്സാക് സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് സിക്സാക് പാർട്ട് സെലക്ട് ചെയ്യാം. എന്നാൽ വിട്ട് തീരെ കുറച്ച്, ഏകദേശം ഇത്രയും മതിയാവും. ഇത് കൂടുതലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. സെൻറ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത്. മാക്സിമത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിത് സിക്സാക് സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. വിട്ട് കുറച്ചിട്ടിരിക്കുന്ന സിക്സാക് സ്റ്റിച്ചിലാണ് തയ്ച്ചു പോകുന്നത്. ഈ ലെറ്റേഴ്സിനോട് ചേർന്നുള്ള ഔട്ട്ലൈനും കൂടി റണ്ണിങ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യാം. കട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. സിക്സാക് സ്റ്റിച്ചിൽ ഒരേ വശം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ആവശ്യമുള്ള വശങ്ങളിലേക്ക് തിരിച്ച് നമ്മൾ നെറ്റുകൾ ഉണ്ടാക്കാം. എന്നാൽ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഏത് വശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഓരോ വശങ്ങളിലേക്കും തിരിച്ച് സിക്സാക് സ്റ്റിച്ച് വരുന്ന അതേ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് എല്ലാ വശങ്ങളിലേക്കും തിരിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് എല്ലാ വശങ്ങളിലേക്കും പല ദിശകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെറിയ ചെറിയ പീസ് തുണി വെട്ടിമാറ്റി സ്റ്റിച്ച് ചെയ്യുക. കൂടുതൽ വലിപ്പത്തിൽ വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസൈനിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ പീസസ് ഇതുപോലെ വെട്ടിമാറ്റി അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പീസ് വെട്ടിമാറ്റി.
ഡയറക്ഷൻ മാറ്റാതെ തന്നെ എല്ലാ വശങ്ങളിലേക്കും ഇതുപോലെ നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം സിക്സാക് സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഹൂപ്പിൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റുന്നില്ല. എല്ലാ വശങ്ങളിലേക്കും നമുക്ക് സൂചി ഓടിച്ച് നെറ്റുകൾ ഉണ്ടാക്കാം. ഔട്ട്ലൈനോട് ചേരുന്ന ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് കൊടുക്കാം. ബോർഡർ സിക്സാക് സ്റ്റിച്ചിൽ തയ്ച്ച് ഭംഗിയാക്കാം.
വശത്തെ കട്ട് വർക്കിൻ്റെ ബോർഡറും സിക്സാഗ് സ്റ്റിച്ചിൽ തയ്ച്ച് ഭംഗിയാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.